ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത് കേട്ടോ. അപ്പൊ ഞാൻ നേരെ വിശേഷത്തിലേക്ക് പോവുകയാണെ. അങ്ങനെ നമ്മുടെ സച്ചിക്ക് ഒരു സമാധാനവും ഇല്ല. നമ്മുടെ സച്ചി ആണെങ്കിൽ നേരെ പോവുകയാണ് പോലീസ് സ്റ്റേഷനിലേക്ക്. രേവതി പറഞ്ഞു പോകണ്ടാന്ന്, പക്ഷേ സച്ചിയുടെ മനസാക്ഷിക്ക് അത് സമ്മതിക്കത്തില്ല. മനസാക്ഷി അത് സമ്മതിക്കത്തില്ല. സച്ചിയുടെ കൂടി രക്തമാണല്ലോ നമ്മുടെ ഈ ഒരേ രക്തമാണല്ലോ നമ്മുടെ ഈ ശ്രുതി. അപ്പൊ അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു അപ്പൊ ആർക്കാണെങ്കിലും അങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ, സഹോദരങ്ങളാകുമ്പോൾ മാനസികമായിട്ട് വിഷമമൊക്കെ ആയി പോകും. അങ്ങനെ നമ്മുടെ സച്ചി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നപ്പോഴത്തേക്കും അവിടെ ശ്രുതിയുണ്ട്. അപ്പൊ ശ്രുതിനെ കണ്ട ഉടനെ തന്നെ ആകെ തകർന്നു പോയിട്ടോ. അപ്പൊ സച്ചി ചോദിച്ചു, എന്താടാ പ്രശ്നം എന്ന് ചോദിച്ചപ്പോഴത്തേക്ക്, എനിക്കറിയില്ല, ഞാന് ആ മാല കൊണ്ടുപോയി വിറ്റു. എനിക്ക് കുറച്ച് കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ഡീലർമാരുമായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ 1.5 ലക്ഷം രൂപയുടെ ഒരു കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് സച്ചി ഞാൻ ആ മാല കൊണ്ട് വിൽക്കാൻ നോക്കിയത്. എനിക്കറിയത്തില്ലായിരുന്നല്ലോ അത് സ്വർണ്ണമല്ലായിരുന്നു എന്ന്. അവളുണ്ടല്ലോ, ആ ശ്രുതി, അവള് പേരും കള്ളിയാ. അവള് വീണ്ടും എന്നെ ചതിച്ചു. അവള് കാരണം ഞാനിപ്പോ ഇതിനകത്ത് കിടക്കേണ്ടി വന്നതെന്ന് പറഞ്ഞപ്പോ, നിന്നോട് ആരാ ആ മാല കൊണ്ട് വിൽക്കാൻ പറഞ്ഞത്? അല്ലെങ്കിലും ആ മാല കൊണ്ട് വിൽക്കുന്നത് ശരിയാണോ? അമ്മ നിന്നോട് എന്താ പറഞ്ഞത്? അമ്മ നിന്നോട് അത് തിരിച്ചു മീരയുടെ കയ്യിൽ തന്നെ കൊടുക്കണം എന്നല്ലേ പറഞ്ഞത്? നിനക്ക് എന്തെങ്കിലും പൈസക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളോട് വന്ന് പറയല്ലേ ചെയ്യേണ്ടത്, അല്ലാതെ ആരും അറിയാതെ ഇങ്ങനെ കള്ളത്തരം കാണിക്കുവാണോ ചെയ്യേണ്ടത്? നീയും ശ്രുതിയും തമ്മിൽ എന്ത് വ്യത്യാസമാണ് പിന്നെ ഉള്ളത്? നീ പൗഡറെടുത്തിയും തമ്മിൽ എന്ത് വ്യത്യാസമാണ് പിന്നെ ഉള്ളത്? ഇതിപ്പം വീട്ടിലാകെപ്പാടെ പ്രശ്നമായിട്ടിരിക്കുക. അമ്മയാണെങ്കിലേ ഒറ്റക്കാലേ നിൽക്കുക. അവൻ പോയി അനുഭവിക്കട്ടെ, അവന് എന്നെ പറ്റിച്ചതല്ലേ, അവന് കള്ളത്തരം കാണിച്ചതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒറ്റക്കാലേ നിന്ന് ആരെ എങ്ങോട്ടേക്കും വിടാൻ സമ്മതിക്കുന്നില്ല. ഞാൻ ആരും അറിയാതെ ഇങ്ങോട്ടേക്ക് പോകുന്നത് വേറെ ഒന്നും കൊണ്ടുമല്ല, നീ ഇങ്ങനെ ഇവിടെ കിടക്കുന്നത് കാണാൻ എനിക്ക് പറ്റില്ല. അതുപോലെ തന്നെ നീ ഇവിടെ കിടക്കുമ്പോൾ എങ്ങനെയാണ് എനിക്ക് മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നത്? നീ എന്റെ ചേട്ടനല്ലേ, അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഏതായാലും നീ പേടിക്കണ്ട, നമുക്ക് നാളെ രാവിലെ തന്നെ ജാമ്യം എടുക്കാം. എല്ലാ കാര്യവും ഞാൻ സെറ്റാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, എനിക്ക് അറിയില്ലായിരുന്നടാ, ഒരിക്കലും അത് സ്വർണ്ണമല്ലെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. എന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണമാണ് ഞാൻ അത് കൊണ്ടുപോയി പണയം വെക്കാൻ നോക്കിയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അത് സ്വർണ്ണമല്ല, റോൾഡ് ഗോൾഡ് ആണെന്നൊക്കെ ഞാൻ അറിഞ്ഞത്. എന്ത് ചെയ്യാനാ? അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി പോയി. അല്ല, അപ്പൊ അമ്മയ്ക്ക് എന്നോട് ദേഷ്യമാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക്, പിന്നെ എങ്ങനെയാടാ ദേഷ്യം വരാതിരിക്കുന്നത്? ദേഷ്യം വരാതിരുന്നാലേ ഉള്ളൂ അതിശയം. ദേഷ്യം വന്ന് അത്രമാത്രം ദേഷ്യമാണ് ഇപ്പൊ അമ്മയ്ക്ക് നിന്നോട്. നീ അമ്മയോട് കാണിച്ചത് മഹാ ചെറ്റത്തരമല്ലേ? അമ്മയ്ക്ക് നിന്നെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നല്ലോ. നിന്നെ ഏതു നേരം അമ്മ പൊക്കി പിടിച്ചോണ്ട് നടക്കുന്നതല്ലായിരുന്നോ? എന്നിട്ട് ഇപ്പൊ നീ എന്താ കാണിച്ചത്? അപ്പൊ പിന്നെ എങ്ങനെയാണ് അമ്മയ്ക്ക് നിന്നോട് സ്നേഹവും ഇഷ്ടവും ഒക്കെ ഇനി തോന്നുക? ഇപ്പൊ എത്ര ദേഷ്യമാണോ ശ്രുതിയോടുള്ള ആ ഒരു ദേഷ്യം തന്നെ ഇപ്പം നിന്നോടും ഉള്ളത്. ഇപ്പം സുധി ഏട്ടൻ എന്ന് വിളിക്കില്ലല്ലോ, ഒരിക്കലും നമ്മുടെ സച്ചി ഏട്ടൻ എന്ന് വിളിക്കില്ല, നിന്നോടും ഉള്ളത് എന്നൊക്കെ തന്നെയാണ് പറയുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ സുധി പറയുന്നുണ്ട്, അത് ഞാൻ അമ്മേനെ എങ്ങനെയെങ്കിലും ഒക്കെ പറഞ്ഞ് മാറ്റിയെടുത്തോളാം. ഞാൻ അമ്മേനെ എങ്ങനെയെങ്കിലും ഒക്കെ പറഞ്ഞ് ശരിയാക്കി എടുക്കും. എനിക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് ഇറങ്ങണം. ഞാൻ പോലീസ് സ്റ്റേഷനിൽ എനിക്ക് പറ്റത്തില്ല, എനിക്ക് ഇവിടെ കിടക്കാനായിട്ട്. എനിക്ക് അവളെ ഒന്ന് പോയി കാണണം, അവളുടെ ചെകിട് തീർത്തൊന്ന് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും, നീ അതൊക്കെ നീ അതൊക്കെ ഇപ്പം വിട്. നീ ഇപ്പം ഇറങ്ങാനുള്ള കാര്യങ്ങൾ എന്താണെന്നൊക്കെ ഞാൻ ചെയ്തോളാം. നീ സമാധാനമായിട്ട് ഇരുന്നാൽ മാത്രം മതി എന്നിങ്ങനെ പറയുകയാണ്. ഏതായാലും ഒരുപാട് നന്ദിയുണ്ട് സച്ചി, വേറെ ആരും വന്നില്ലല്ലോ എന്നെ വെളിയിൽ ഇറക്കാനായിട്ട്. അമ്മ എന്നെ ഇറക്കണ്ടെന്ന് പറഞ്ഞിട്ട് നീ മാത്രമല്ലേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ സച്ചി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചിയോട് ഭയങ്കര സ്നേഹം കേട്ടോ ശ്രുതിക്ക്. എവിടെന്ന് 2-3 ദിവസത്തേന് കാണും ഈ സ്നേഹം. പിന്നെയും ചങ്കരൻ തെങ്ങേ തന്നെയെന്ന് പറയുന്ന പോലെ നമ്മുടെ ശ്രുതി എന്ത് ചെയ്യും? സച്ചിയുടെ നേരെ തിരിയുകയും ചെയ്യും. ഏതായാലും ഈ ഒരു സമയത്താണെങ്കിൽ രേവതി ആണെങ്കിൽ പാഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഇതുവരെ സച്ചിനെ കാണുന്നില്ല, എന്തായെന്നൊന്നും അറിയില്ലല്ലോ. ഫോൺ എടുക്കുന്നു, വിളിക്കുന്നു, ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ആകെപ്പാടെ ടെൻഷൻ നമ്മുടെ രേവതിക്ക്. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ വന്നിട്ട് ചോദിച്ചു, എന്താ മോളെ നീ കിടന്ന് ഉറങ്ങുന്നില്ല? നീ എന്താ ഇവിടെ നിൽക്കുന്നതല്ല, സച്ചി എന്തെന്ന് ചോദിച്ചു. അപ്പം നമ്മുടെ രേവതിക്ക് രവീന്ദ്രനോട് ഒരിക്കലും കള്ളം പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ രവീന്ദ്രനോട് പറഞ്ഞു, അത് പിന്നെ അച്ഛാ, സച്ചേട്ടൻ ഇവിടെ ഇല്ല, സച്ചേട്ടൻ പുറത്ത് വരെ പോയതാന്ന് പറയുമ്പോ, പുറത്തു പോയതോ? എന്തിന്? ഈ സമയത്ത് ഓട്ടോ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോ, ഓട്ടോ ഒന്നും ഇല്ലായിരുന്നു. അത് പിന്നെ സച്ചേട്ടൻ ഇവിടത്തെ അദ്ദേഹത്തെ കാണാൻ പോയതാണ്, സുധീനെ കാണാൻ പോയതാണ് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും, അവനെ കാണാൻ പോയതോ? അല്ല, അത് ചന്ദ്ര അറിഞ്ഞ പ്രശ്നമാവില്ല എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, ആരറിഞ്ഞാലും പ്രശ്നമായാലും ഒരു കുഴപ്പമില്ല, എനിക്ക് കണ്ടേ പറ്റത്തുള്ളൂ, എനിക്ക് കാണണം, അല്ലാതെ സച്ചേട്ടന് ഉറക്കം വരില്ല, കൂടപ്പിറപ്പല്ലേ, ഞാനും പറഞ്ഞു നോക്കിയതാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അവന് എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ മോളെ.
കണ്ടില്ലേ, അവനാണ് ഈ സ്ഥാനത്ത് ഇപ്പോഴെങ്കിലും. സുധി ഒരിക്കലും അവനെ ഇറക്കാനായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി റിസ്ക് എടുക്കത്തൊന്നുമില്ല. ഇപ്പൊ കണ്ടോ, സുധി ഇറക്കാനായിട്ട് എന്റെ സച്ചിയേ ഉള്ളൂ. അവന് എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ മോളെ. പക്ഷെ അതൊന്നും കാണാൻ ആർക്കും പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് സാരമില്ല അച്ഛാ, ഇനിയിപ്പൊ അമ്മ വേണ്ട ഇറക്കണ്ട എന്ന് പറഞ്ഞാലും അമ്മയുടെ മനസ്സിലും കാണുമായിരിക്കുമല്ലോ. മകനല്ലേ, എന്തൊക്കെ പറഞ്ഞാലും അമ്മയുടെ പുന്നാര മകൻ തന്നെയല്ലേ. അപ്പൊ അമ്മയുടെ മനസ്സിലും കാണുമായിരിക്കും. ആ ഒരു ദേഷ്യം കൊണ്ട് പറഞ്ഞത്, അതൊക്കെ പിന്നെ അങ്ങ് മാറിക്കോളും. സച്ചേട്ടൻ ഇറക്കി എന്ന് പറഞ്ഞാലും ഇവിടെ വലിയ പ്രശ്നമൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് പറയുമ്പോ അവള് ഭയങ്കരമായിട്ടും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഒരു കാര്യം ചെയ്യാം, നീ ഇപ്പൊ പറയൊന്നും വേണ്ട. അവൾ അറിയണ്ട. അവൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വലിയ വിഷയമാകും. അവൾ അറിയൊന്നും വേണ്ട. വാശിക്ക് കുറച്ച് കൂടുതൽ തന്നെയാണല്ലോ അവള്. അപ്പൊ അതുകൊണ്ട് അവൾ അറിയണ്ട എന്നൊക്കെ നമ്മുടെ രേവതിയോടും പറയാണ് കേട്ടോ. അപ്പൊ രേവതി പറഞ്ഞില്ല, ഞാൻ പറയുന്നില്ല അച്ഛാ, സച്ചേട്ടൻ ഇപ്പം തന്നെ വരുമായിരിക്കും. നീ വിളിച്ചോന്ന് ചോദിച്ചപ്പോഴത്തേക്കും വിളിച്ചിട്ട് കിട്ടിയില്ല. അറിയത്തില്ല ഇനിയിപ്പം എന്താ പ്രശ്നം എന്നൊന്നും അറിയില്ല. ഏതായാലും ഇന്ന് ഇപ്പം വന്നില്ലെങ്കിൽ സച്ചേട്ടൻ അദ്ദേഹത്തെ കൊണ്ടേ വരാൻ ചാൻസ് ഉള്ളൂ. സച്ചേട്ടന്റെ സ്വഭാവം അറിയാലോ. എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ പുറത്ത് കൊണ്ടുവരും സച്ചേട്ടൻ. പേടിക്കേണ്ട, അച്ഛനും പേടിക്കേണ്ട, അച്ഛൻ പോയി കിടന്നോ എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ രേവതി കണ്ണിൽ എണ്ണ ഒഴിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുക. ഏതായാലും ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചതല്ലേ. വേറെ ആർക്ക് ഉറക്കം വന്നാലും സച്ചിയും കൂടെ അല്ലേ പോയേക്കുന്നത്, നമ്മുടെ രേവതിക്ക് ഉറക്കം വരില്ലല്ലോ. അങ്ങനെ രേവതി ഇരിക്കുന്നു. ഏതായാലും നേരം പരപരാ വെളുത്തു. പരപരാ നേരം വെളുത്തതോട് ആ ഒരു വെളുപ്പ് വീണപ്പോ തന്നെ നമ്മുടെ സുധിയുമായിട്ട് സച്ചി വന്നു കേട്ടോ. അങ്ങനെ സുധീനെയും കൊണ്ട് വരുവാണ് കേട്ടോ. അപ്പൊ സുധീനെയും കൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതിയും വർഷയും ശ്രീകാന്തും അതുപോലെ തന്നെ രവീന്ദ്രനൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ പോലീസുകാരോടൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാം സെറ്റാക്കിയിട്ടാണ് നമ്മുടെ സച്ചി കൊണ്ടുവരുന്നത്. അപ്പം ജാമ്യമൊക്കെ കിട്ടി. ഇനിയിപ്പോ വലിയ കേസോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. അപ്പൊ അങ്ങനെയാണ് കൊണ്ടുവരുന്നത്. അപ്പൊ കൊണ്ടുവന്ന കഴിഞ്ഞ് വന്ന ഓട്ടനെ തന്നെ ഉണ്ടല്ലോ നമ്മുടെ ചന്ദ്രൻ എന്ത് ചെയ്തു, എടാ നീ എന്തു പണിയാടാ കാണിച്ചതെന്ന് പറഞ്ഞു നേരെ വന്ന് ചെവിക്കല്ല് തീർത്ത് ഒരെണ്ണം ഫസ്റ്റ് തന്നെ ചെവിക്കല്ല് തീർത്ത് ഒറ്റ ഒരു അടി കൊടുക്കാണ് കേട്ടോ. കറങ്ങി കറങ്ങി തിരിഞ്ഞ സെറ്റി വന്നിരുന്നെന്ന് പറയാം നമ്മുടെ സുധി. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രൻ നീ എന്താ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പിന്നെ ഞാൻ ഇവനെ പിടിച്ച് ഉമ്മ വെക്കുകയാണോ ചെയ്യേണ്ടത്? എടാ നിനക്ക് എന്ത് സ്നേഹമാണ് എന്നോടുള്ളത്? ഞാൻ നിന്നോട് പറഞ്ഞത് ആ കാശുമാല നീ ആ മീരയുടെ കൈ കൊടുക്കാൻ പറഞ്ഞിട്ടല്ലേ ഞാൻ നിന്നെ അത് ഏൽപ്പിച്ചത്. നീ എന്താ പറഞ്ഞത്? അത് മീരയുടെ കൈ കൊടുത്തു എന്നും ശ്രുതിയോട് രണ്ടെണ്ണം പറഞ്ഞെന്നും. എന്നിട്ട് നീ വെറും കള്ളമല്ലേടാ നീ എന്നോടെല്ലാം പറഞ്ഞത്. അപ്പൊ നീയും ശ്രുതിയും തമ്മിൽ എന്താടാ വ്യത്യാസമുള്ളത്? നീയും ശ്രുതിയും കള്ളിയും കള്ളനും തന്നെയാടാ. സച്ചി പറയുന്ന പോലെ ചക്കിക്കൊത്ത ചങ്കരൻ തന്നെയാടാ നീ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അമ്മേ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്, അമ്മ ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്ക്. ഞാൻ അത്രയും വല്ലാത്തൊരു അവസ്ഥയിലായി പോയിട്ടാ. ഞാൻ ആരോട് പൈസ ചോദിക്കും? നിവൃത്തിയില്ലായിരുന്നു. ആ ഡീലർ ഇനി ഇന്നും കൂടെ പൈസ കൊടുത്തില്ലെങ്കിൽ അയാള് കടയിൽ വന്ന് സാധനങ്ങളെല്ലാം എടുത്തിട്ട് പോകും. അങ്ങനെ നാണക്കേടാവില്ലേ? അതുകൊണ്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ തന്നെ ചോദിച്ചു, എടാ നിനക്ക് എന്താണ് ഇതിനു മാത്രം കടം വരാനായിട്ട്? അപ്പൊ കടയിൽ കച്ചവടവും കാര്യങ്ങളൊന്നും നടക്കുന്നില്ലേന്ന്. അപ്പൊ സച്ചി പറഞ്ഞു, എങ്ങനെ കച്ചവടം കാര്യം നടക്കാനാ? പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കടയിൽ സ്ഥിരമായിട്ട് പോവുകയോ കറക്റ്റ് സമയത്ത് ചെന്ന് കാര്യങ്ങൾ നോക്കുകയോ ചെയ്താലല്ലേ കടയിലെ കച്ചവടവും കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും ആ പൗഡർ ഇടത്തി ഉണ്ടായിരുന്നപ്പം കട നല്ല രീതിയിൽ മുന്നോട്ട് പൊക്കോണ്ടിരുന്നതാണ്. ഇപ്പം അതിനൊരു അവസാനം ആയല്ലോ. അല്ല ഞാൻ പറഞ്ഞതല്ലായിരുന്നോ, പൗഡർ ഇടത്തിനെ വിളിച്ചോണ്ട് വാ പോയി. അപ്പൊ പിന്നെ ഈ പ്രശ്നമൊക്കെ തീരൂലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ചന്ദ്ര പറഞ്ഞു, എടാ സച്ചി നീ ഇനി കൂടുതൽ സംസാരിക്കണ്ട. ഇവനെ നീ വിളിച്ചോണ്ട് വന്നത് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇവൻ അനുഭവിക്കണമായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ കയറി ഇവൻ കോടതി കയറി നിരങ്ങണമായിരുന്നു. ഇവൻ എന്നെ കൂടെ കള്ളത്തരം കാണിച്ചിട്ട് പോയതല്ലേ ഇവന്. അതുകൊണ്ട് ഇവന് അവിടെ കിടന്നാൽ മതിയായിരുന്നു. ഇവനിപ്പോ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണ് കുറ്റമായി പോയത്. ഇറങ്ങി പൊക്കോ എന്റെ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും ചന്ദ്ര ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ ദേഷ്യപ്പെട്ടപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രേ നിർത്ത മതി, കുറച്ച് ഓവർ ആവുന്നുണ്ട്, മതി, നീ ഇതിൽ കൂടെ ഒന്നും സംസാരിക്കുകയൊന്നും വേണ്ട. എന്തൊക്കെയാണെങ്കിലും നീ പൊക്കി പിടിച്ചോണ്ടിരുന്ന മകനല്ലേ. മാത്രമല്ല ഇവൻ ഇങ്ങനെ ആകാൻ ഒറ്റ ഒരാള് നീ ആണ് ചന്ദ്രൻ. കാരണം നീ ഇവന് വളവിട്ട് കൊടുത്തിട്ടാണ് ഇവൻ സത്യത്തിൽ ഇങ്ങനെ ആയിപ്പോയത്. ഇതിന് നിന്നെ അല്ലാതെ വേറെ ആരെയും കുറ്റം പറയാനായിട്ട് പറ്റത്തില്ല. ഇവന് ആദ്യം ചെയ്യുന്നത് തെറ്റ്, രണ്ടാമത് ചെയ്യുന്നത് തെറ്റ്, മൂന്നാമത് ചെയ്യുന്നതും തെറ്റ്. ആദ്യം ഒരാൾ ചെയ്തു, നമുക്ക് ക്ഷമിക്കാം. രണ്ടാമത് ചെയ്യുമ്പോഴത്തേക്കുവേ അത് ക്ഷമിച്ചു കൊടുത്തിട്ടല്ലേ ഇപ്പൊ മൂന്നാമത് നാലാമതും അവനിത് തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചന്ദ്രൻ നീ തന്നെ ഇത് മാറ്റിയെടുക്കണമായിരുന്നു. നീ നാഴികയ്ക്ക് 40 വട്ടം പറയൂലോ സച്ചിനെ അച്ചമ്മ കൊണ്ടുപോയി വളർത്തി പിഴപ്പിച്ചു കളഞ്ഞെന്ന്. എന്നിട്ട് ഇപ്പൊ ആരെക്കൊണ്ടാടി ഈ വീട്ടിൽ തലവേദന ഉള്ളത്? ആരാടി ഈ വീട്ടിൽ ചെലവിന് തരുന്നത്? എല്ലാം നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നീ ചിന്തിച്ചു നോക്ക് എന്ന് പറയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് നമ്മുടെ ചന്ദ്രയ്ക്ക് പറയാൻ വാക്കുകളൊന്നുമില്ല. ചന്ദ്രയുടെ നാവ് അടഞ്ഞിരിക്കുക തന്നെയാണ്. ചന്ദ്ര ഒന്നും പറയുന്നില്ല. കാരണം രവീന്ദ്രൻ പറയുന്നതെല്ലാം സത്യമാണ്. രവീന്ദ്രൻ പറയുന്നതിൽ ഒരു കള്ളവും ഇല്ല എന്ന് നമ്മുടെ ചന്ദ്രയ്ക്ക് നന്നായിട്ട് അറിയാം. ഏതായാലും നമ്മുടെ സുധി
സുധിയുടെ റൂമിലേക്ക് നീ പൊക്കോ എന്നും പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ പ്രശ്നം ഇനിയിപ്പോ കൂടുതൽ വഷളൊന്നും ആക്കണ്ട, 1.5 ലക്ഷം രൂപയുടെ കാര്യമല്ല, അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം, ഇനിയിപ്പം വേറെ അതിന് കൂടുതൽ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടെന്ന് ഇപ്പം പെട്ടെന്ന് ചന്ദ്ര പറഞ്ഞു, എനിക്കൊരു തീരുമാനമുണ്ട്, അതുകൂടെ കേട്ടിട്ട് പോയാൽ മതി. ഇനി ഒരിക്കലും ആ ശ്രുതി എന്ന് പറയുന്നവളെ ഇവൻ കാണാൻ പോകരുത്. ഇനി അങ്ങനെ കാണാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ശ്രുതി എന്ന് പറയുന്ന മോൻ ഇല്ലെന്ന് ഞാൻ കൂട്ടാക്കുകയുള്ളൂ എന്നിങ്ങനെ പറഞ്ഞ് ഒരു ശപഥമൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ചന്ദ്ര. അപ്പോഴത്തേക്കും ശ്രുതി പറയുന്നുണ്ട്, ഇനി ഒരിക്കലും ഞാൻ കാണാൻ പോകത്തൊന്നുമില്ല അച്ഛ, ഒരിക്കലും അല്ല അമ്മയെ ഞാൻ കാണാൻ പോകത്തില്ല, എനിക്കൊരു അബദ്ധം പറ്റി പോയതാ, അല്ലെങ്കിൽ അവള് പേരും കള്ളിയ, അവൾ അതുകൊണ്ടല്ലേ അമ്മയ്ക്ക് മാല കൊണ്ടുപോയി, റോൾഡ് ഗോൾഡിന്റെ മാല കൊണ്ടുപോയി ഇട്ട് തന്നത്, എനിക്കിത് അറിയത്തില്ലായിരുന്നു, അവള് നമ്മുടെ വീട്ടിൽ കയറ്റാനേ കൊള്ളത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറയുകയാണെ, അതെ, എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് ചെയ്യുന്നതെല്ലാം അവൾ ഈ വീട്ടിൽ കയറി പറ്റാനും അതുപോലെ സുധിയുടെ ഭാര്യയായിട്ട് തുടരാനും വേണ്ടിയല്ലേ, ഈ വീട്ടുകാരോട് സ്നേഹമുള്ളത് കൊണ്ടും സുധിയോട് സ്നേഹമുള്ളത് കൊണ്ടൊക്കെയല്ലേ അവൾ ഇങ്ങനെ ചെയ്യുന്നത്. അവളെ ഈ വീട്ടിൽ കയറ്റുമായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഇത് ഒരിക്കലും ഇവിടെ ഉണ്ടാവത്തില്ലായിരുന്നു, ഒരിക്കലും അവൾ ഇങ്ങനെ ഒരു കള്ളത്തരം ചെയ്യത്തുമില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവൾ ഇങ്ങനെ ഒരു കള്ളത്തരം ഇപ്പൊ ചെയ്യുന്നുണ്ടെങ്കിൽ അതില് ഈ വീട്ടിലുള്ളവർക്കും ഉണ്ട് പങ്ക് എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, രേവതി മോള് പറയുന്നത് ശരിയാണെന്ന്. അപ്പോഴത്തേക്ക് ചന്ദ്ര പറഞ്ഞു, അല്ലെങ്കിൽ അവള് പറയുന്നത് ശരി വെക്കാനല്ലേ നിങ്ങക്ക് നേരെ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അല്ല ചന്ദ്രേ, ശരി ആര് പറഞ്ഞാലും ശരിയാണെന്ന് തന്നെ പറയണ്ടേ. അവളെ ഈ വീട്ടിലേക്ക് കയറ്റിക്കൊണ്ട് വരികയാണെങ്കിൽ ഈ വല്ല പ്രശ്നമൊക്കെ ഉണ്ടാവുമോ? ഒരിക്കലും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നല്ലോ. ഇപ്പൊ ശ്രുതി പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അതുപോലെ നേരത്തെ സച്ചി പറഞ്ഞതുപോലെ ഈ ശ്രുതിക്ക് ഇപ്പൊ ഉഴപ്പായിട്ട് അവൻ കടയിലും കറക്റ്റ് പോകാതെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കാതെ നടക്കുന്നത് ശ്രുതി ഇല്ലാത്തത് കൊണ്ടല്ലേ. ശ്രുതി ഉണ്ടായിരുന്നപ്പം അവൻ കറക്റ്റ് കടയിലും പോയി കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്തോണ്ടിരുന്നതല്ലേ, കടങ്ങളൊക്കെ വീട്ടിൽ വന്നോണ്ടിരുന്നതല്ലേ. എന്നിട്ട് ഇപ്പൊ എന്താ പറ്റിയത്? അവൻ ഇപ്പൊ പിടിച്ച സ്ഥലത്ത് നിൽക്കാത്തത് അവന്റെ ഭാര്യ അവന്റെ കൂടെ ഇല്ലാഞ്ഞിട്ട് തന്നെയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, ഇല്ല, സമ്മതിക്കത്തില്ല, ഇനി എന്റെ മോന് അവളെ ഭാര്യയായിട്ട് അംഗീകരിക്കത്തില്ല, അവള് എനിക്ക് റോൾഡ് ഗോൾഡിന്റെ മാല കൊണ്ടുപോയി ഇട്ട് തന്നിരിക്കുന്നു, ഇനി ഒരിക്കലും അവളെ എന്റെ മരുമകളായിട്ട് പോയിട്ട് ഈ വീട്ടിന്റെ പടി കയറ്റാൻ വേണ്ടി ഞാൻ സമ്മതിക്കത്തില്ല. ഈ മുറ്റത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവളെ ഞാൻ ചൂല കൊണ്ട് അടിച്ചിറക്കുള്ളൂ, അവൾ ഒരിക്കലും ഈ വീട്ടിനകത്തേക്ക് കയറ്റത്തില്ല, ആർക്കെങ്കിലും അങ്ങനെ ഉദ്ദേശം ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര പെർഫോമൻസ് ഒക്കെ. ഏതായാലും ശ്രുതി റൂമിൽ പോയിട്ട് വല്ലാത്ത വിഷമത്തിൽ തന്നെയാണ്. അങ്ങനെ രവീന്ദ്രൻ ചെന്നിട്ട്, നീ വിഷമിക്കണ്ടടാ, സാരമില്ല, എല്ലാം ശരിയാകും, നിനക്കിപ്പോ എന്തോ ദോഷ സമയമാണെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും, നിന്റെ ഭാര്യ തിരിച്ചു വരും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, വേണ്ടച്ചാ, ഇനി അവളെ എന്റെ ജീവിതത്തിലേക്ക് ഞാൻ തിരിച്ചു കൊണ്ടുവരുന്നില്ല അച്ഛാ, എനിക്ക് ഇനി അവളെ ആവശ്യമില്ല, കാരണം അവളും കൂടെ കാരണം ഞാനിപ്പം പോയി ജയിലിൽ ലോക്കപ്പിൽ കുറച്ചു നേരമെങ്കിലും പോയി കിടക്കേണ്ടി വന്നതെന്ന് പറഞ്ഞപ്പം, അതൊക്കെ നീ വിട്ടുകള, അതൊന്നും ഓർക്കണ്ട, ഇതൊക്കെ ഒരു കണക്കിന് നല്ലത് തന്നെ, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, നമ്മളെല്ലാം പഠിക്കണമല്ലോ, അതുകൊണ്ട് അത് നീ ഓർത്താ മതി എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ ഇങ്ങനെ സമാധാനിപ്പിക്കുക. ഈ സമയത്ത് ആയിക്കോട്ടെ, ആ റോൾഡ് ഗോൾഡ് മാലയുടെ കാര്യം ഇവിടെ ഇതൊക്കെ അറിഞ്ഞു, വിഷയമായി, അതുപോലെ തന്നെ നമ്മുടെ ശ്രുതി കൊടുത്തത് റോൾഡ് ഗോൾഡ് മാലയാണെന്ന് അറിഞ്ഞു എന്നൊക്കെ ശ്രുതി അറിഞ്ഞു. അതും വല്ലാത്തൊരു സിറ്റുവേഷനിൽ ശ്രുതി നിൽക്കുകയാണ്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു, ഇങ്ങനെ ശ്രുതിനെ പോലീസ് കൊണ്ടുപോയിന്നും പോലീസ് പൊക്കിയെന്നും ഒക്കെ അറിഞ്ഞു കേട്ടോ. അങ്ങനെ വല്ലാത്ത പ്രശ്നത്തിലാണ് ഉള്ളത് ഇപ്പം നമ്മുടെ ശ്രുതി. അതിന്റെ ഇടയിൽ മോനെ ആണെങ്കിൽ അവിടെ സ്കൂളിൽ കൊണ്ടുവന്ന് ചേർക്കണം, ഒരു വീട് വാടകയ്ക്ക് എടുത്തു. അപ്പൊ ആ വീട്ടുകാരെ കാണാൻ പോണം. അപ്പം അതിനോടനുബന്ധിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇവയെല്ലാം കൂടെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. മിസ് ചെയ്ത് കളയരുത് കേട്ടോ, എല്ലാവരും കാണണേ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. അപ്പൊ നമ്മുടെ രേവതിയുടെ സച്ചിയുടെയും കഥ നമ്മൾ രാവിലെ ഇടുന്നുണ്ട്, വൈകിട്ട് പ്രമോവിശേഷം ഇടുന്നുണ്ട്. അതുപോലെ തന്നെ അലീനയുടെ കഥയും പ്രമോവിശേഷം റിയൽ സ്റ്റോറിക്കകത്തും റിയൽ സ്റ്റോറി ന്യൂവിനകത്ത് അലീനയുടെ അപ്കമിങ് വിശേഷങ്ങളൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ വേണം. അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും കമന്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. എല്ലാവരും കമന്റിലൂടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും ഒക്കെ അടിച്ചിട്ടേ പോകാവുള്ളൂ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു രാത്രി ആശംസിച്ച് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.